പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കുടുംബജീവിതത്തിന് വേണ്ടി ചെയ്യാവുന്ന ഒരു നല്ല കാര്യം പറയാമോ? കർത്താവിനോട് പ്രാർത്ഥിക്കുക. പ്രേയർ ഗോഡ് ഈസ് ദ ഓൺലി വൺ ഹു ക്യാൻ അൾട്ടിമേറ്റ്ലി ചേഞ്ച് യുവർ ഹാർട്ട്സ് ആൻഡ് യുവർ മാരേജ് ഫോർ ദ ബെറ്റർ. കർത്താവിനെ നാം ക്ഷണിച്ച് വരുത്തണം. കുടുംബത്തിൻ്റെ പല ഏരിയാസിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കുടുംബം അനുഭവിപ്പാൻ തക്കവണ്ണം നാം പ്രാർത്ഥിക്കണം. അല്പം നേരത്തെ ചിന്തിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 14, 15, 16. അതായത് ആദ്യം നമ്മുടെ കുടുംബത്തിന് പുറത്തുള്ള കാര്യങ്ങൾ നാം പ്രാർത്ഥിക്കണം. വാക്യം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച പറയിൻ കീഴല്ല, തണ്ടിന്മേലത്രേ വെക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കുഞ്ഞായിരിക്കുമ്പോൾ മുതലേ നമുക്ക് വീടിൻ്റെ പുറത്തൊക്കെ കളിക്കുന്ന വലിയ ഇഷ്ടമാണ്, അല്ലേ? എനിക്ക് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് യാർഡും ബാക്ക് യാർഡും ഒക്കെ വലിയ ഇഷ്ടമായിരുന്നു. എൻ്റെ പ്ലേ ഗ്രൗണ്ട് ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അതൊക്കെ ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഓസം. ഇന്നത്തെ കാലത്ത് നമ്മളൊക്കെ കൂടുതൽ സമയവും വീടിനകത്ത് ചിലവഴിക്കുന്നത് ദാൻ ഔട്ട്സൈഡ്. ശരിയല്ലേ? കാരണം മിക്ക വീടുകൾക്കും വലിയ ഫ്രണ്ട് പോർച്ചസ് ഒന്നും കാണത്തില്ല. പണ്ടൊക്കെ വലിയ ഡ്രോയിങ് റൂമൊക്കെ ആയിരുന്നു. പിന്നെ മിക്ക വീടുകൾക്കും വരാന്തകൾ കാണുമായിരുന്നു, അല്ലേ? എന്നാൽ ഈ നാളിൽ അങ്ങനെയല്ല. ഒരു ചെറിയ സിറ്റ് ഔട്ട് ആയിരിക്കും, പിന്നെ ഡ്രോയിങ് റൂമൊക്കെ ആയിരിക്കും, ചെറിയ ഡ്രോയിങ് റൂമൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ കുടുംബത്തിന് പുറത്തുള്ള ആ സ്ഥലമൊക്കെ നമുക്ക് വലിയ പ്രധാനമായിരുന്നു, അല്ലേ? ഞാൻ ഓർക്കും, നമ്മൾ അവിടെയൊക്കെയുള്ള നമ്മുടെ ജീവിതം, നമ്മുടെ നെയ്ബേഴ്സിനെ നമുക്ക് കാണാം. നാമൊക്കെ അവരുടെ മുമ്പിൽ അപ്പോൾ ഒരു സാക്ഷിയായിട്ടിരിപ്പാൻ ദൈവം അവസരങ്ങളൊക്കെ തരും, അല്ലേ? നമ്മുടെ ഭവനങ്ങൾ ദൈവമക്കളെ മനസ്സിലാക്കണം. യേശു കർത്താവിലുള്ള പ്രത്യാശയും ആ സ്നേഹവുമൊക്കെ, ഹോസ്പിറ്റാലിറ്റി, കൈൻഡ്നെസ്, അതൊക്കെ നമ്മുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കണമെന്ന് പറയുന്നത് പോലെ നമ്മുടെ നെയ്ബേഴ്സിൻ്റെ മുമ്പിൽ നാം വെളിപ്പെടുത്തേണ്ടതാണ്. നമുക്ക് സുരക്ഷിതത്തോടെ ജീവിക്കാൻ ദൈവം തന്നിരിക്കുന്ന ഭവനത്തിൽ ശത്രുവിനും ഒന്നും അവകാശമില്ല. നമ്മുടെ കുടുംബം നമുക്കൊരു ഷെൽട്ടർ, എ സേഫ് പ്ലേസ്. അവിടെയാണ് നാം എല്ലാ കാര്യത്തിനും അഭയം ചൊല്ലുന്നത്, അല്ലേ? ദൈവം ആരാ? God is truly our refuge and shelter, and He is the one who protects us wherever we go. അപ്പം ഞാൻ പറഞ്ഞ വേറൊരു വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇല്ല, ഞാൻ ആ വാക്യം പറയാം. സങ്കീർത്തനം 91-ൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. Psalm 91 verses 9 to 11, അതായത് 9, 10, 11 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്: യഹോവേ, നീ എൻ്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതനെ നിൻ്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിനടുക്കയില്ല. നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഫാമിലി ലൈഫ് നല്ലതായി മുന്നോട്ട് പോകണമെങ്കിൽ നാം നമ്മുടെ ഭവനത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ ഭവനത്തിലേക്ക് ഡ്രോയിങ് റൂം അല്ലെങ്കിൽ ലിവിങ് റൂം എന്തെല്ലാം മെമ്മറീസ് ഹോൾഡ് ചെയ്യുന്ന ഒരു മുറിയാണ്, അല്ലേ? പ്രൈസ് ഗോഡ്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യം പറയുന്നു, അതാണ് ഏറ്റവും വലിയൊരു കമാൻഡ്മെൻ്റ് എന്ന്. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴിയെങ്കിൽ നിങ്ങളും തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ഞാൻ പറയട്ടെ, നമ്മുടെ ഭവനം ഒന്ന് എടുത്ത് നോക്കിക്കേ. അവിടെ
ആ കുടുംബത്തിലുള്ള സകലരും തമ്മിൽ വളരെ ഇൻറ്റൻഷനായിട്ട് തമ്മിൽ സ്നേഹിക്കുകയും സന്തോഷിക്കുകയും ചെയ്യണം. നമ്മുടെ വായിൽ ചിരിയും നമ്മുടെ നാവിൽ ആർപ്പും തരുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തെ നമ്മുടെ കുടുംബത്തിൻ്റെ നായകനായിട്ട് കാണണം. നമ്മുടെ എല്ലാ വീടുകളിൽ നിന്നും സന്തോഷവും ചിരിയും ഉയരണം. ദൈവത്തിൻ്റെ ആ സ്വാധീനമുണ്ടല്ലോ, ദൈവികമായിട്ടുള്ള സ്വാധീനമുണ്ടല്ലോ, നമ്മുടെ ഫാമിലിയിലേക്ക് എല്ലാ സമയവും ഇൻഫിൽട്രേറ്റ് ചെയ്തിറങ്ങി വരണം. പ്രൈസ് ഗോഡ്. നമ്മുടെ ദൈവം തമ്മിൽ ഭാരങ്ങളെ ചുമപ്പാൻ തക്കവണ്ണം ഓരോരുത്തരെയും സഹായിക്കും. യേശു സ്നേഹിച്ചതുപോലെ കുടുംബത്തിനകത്തുള്ളവർക്കെല്ലാം തമ്മിൽ സ്നേഹിക്കാൻ പറ്റും. ഏറ്റവും വലുതും നിലനിൽക്കുന്നതും നമ്മുടെ ജീവിതത്തെ ഷേപ്പ് ചെയ്യുന്നതുമായിട്ടുള്ള മെമ്മറീസൊക്കെ നമ്മുടെ ഭവനത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മൾ ഭവനത്തിലായിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നാം സ്നേഹിക്കണം. പുറത്തായിരിക്കുമ്പോഴും സ്നേഹിക്കണം. ഭവനത്തിനകത്ത് സ്നേഹം പകർന്നു കൊടുക്കുന്ന അനുഭവങ്ങളുണ്ടാകും. നമ്മുടെ കുടുംബത്തിനകത്തെ ഓരോ മുറി, ഇപ്പം കിച്ചൺ എടുത്താൽ, അല്ലെങ്കിൽ ഞാൻ ഭവനത്തെക്കുറിച്ചാണ്, വീടിനെക്കുറിച്ചാണ് പറയുന്നത്. കിച്ചൺ എടുത്താൽ അതും നമ്മുടെ ഒരു ഫേവററ്റ് ഗ്യാതറിങ് പ്ലേസ് ആയിരിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മിക്കവാറും എല്ലാവരുടെയും ജീവിതത്തിൽ പുറകോട്ട് ചിന്തിക്കുമ്പോൾ മുറിയുടെ ഓരോ മുറികളും എന്ത് പ്രാധാന്യമുള്ളതാണ് അല്ലേ? പ്രൈസ് ഗോഡ്. കിച്ചണാണ് ഒരു ആക്റ്റീവ് പ്ലേസാണ്, ഞാൻ സമ്മതിച്ചു. പ്രൈസ് ഗോഡ്. അവിടെ ആണെങ്കിലും ചിരിയും ജോക്കിങ്ങും കഥ പറച്ചിലും എല്ലാം ദൈവം നമുക്ക് തരും. പ്രൈസ് ഗോഡ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ ചിരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും എല്ലാം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ദൈവത്തിൻ്റെ നന്മയാണ്. നമ്മൾ തിരുവചനം നോക്കുമ്പോൾ കമ്മ്യൂണിറ്റി, ഫെലോഷിപ്പ്, ഈ വാക്കുകളൊക്കെ വളരെ ഫ്രീക്വൻ്റായിട്ട് ദൈവജനത്തിനിടയിൽ ഉപയോഗിച്ചിരുന്ന വാക്കുകളാണ്. ഇന്ന് അങ്ങനെയാണോ? പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ദൈവത്തിന് നന്ദി പറയണം. കർത്താവ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സകലത്തിനും, ഈവൻ നമ്മുടെ ഭവനത്തിനകത്ത് തന്നിരിക്കുന്ന പ്രൊവിഷന് മാത്രമല്ല, ഭവനത്തിനകത്ത് തരുന്ന ഫൺ ഉണ്ടല്ലോ, ഭവനത്തിനകത്തെ അർത്ഥവത്തായിട്ടുള്ള സമയങ്ങൾ ഒരുമിച്ച് ചെലവഴിക്കുന്നതിനെക്കുറിച്ചെല്ലാം നാം ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കണം. പറ്റുമോ? പറ്റണം ദൈവമക്കളെ. ഒരു കുഞ്ഞ് അവൻ്റെ ജീവിതത്തിൻ്റെ അനേക അനുഭവങ്ങളും റിഫ്ലക്റ്റ് ചെയ്യുന്നത് അവൻ്റെ റൂമിലായിരിക്കും അല്ലേ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവർ വളർന്നു വരുന്നത്, പ്രൈസ് ഗോഡ്, അത് അവരുടെ ലോകമായിരിക്കും, അവരുടെ മുറി. ഹല്ലേലൂയ. നാം എന്ത് ചെയ്യണം? അവിടെയും അവർക്ക് സമാധാനവും സന്തോഷവും അവർക്ക് അവരവരെ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്ത് ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിപ്പാൻ തക്കവണ്ണം സഹായിക്കണം. ആ മുറിയിൽ അവർ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പഠിക്കണം. അവർ പഠിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുവാൻ പഠിക്കണം. ദൈവത്തെ ഭയപ്പെടാൻ പഠിക്കണം. വചനം ഇരുന്ന് വായിപ്പാൻ തക്കവണ്ണം അവർ പഠിക്കണം. പ്രൈസ് ഗോഡ്. ഇതെല്ലാം അവരുടെ ജീവിതത്തിൽ എക്യുപ്പ് ചെയ്യുവാൻ തക്കവണ്ണം, അവരെ വളർത്തിയെടുക്കുവാൻ തക്കവണ്ണം നാം ഉപയോഗിക്കണം. ദൈവം നമ്മെ ഡയറക്റ്റ് ചെയ്യുമെന്നേ. ദൈവം നമ്മുടെ കൂട്ടാളിയെ ഡയറക്റ്റ് ചെയ്യും, നമ്മുടെ കുഞ്ഞുങ്ങളെ ഡയറക്റ്റ് ചെയ്യും. നമുക്കൊരു സ്ട്രെങ്ത്, ബലവും ഡിസേൺമെൻറ്റ്, അതായത് വിവേചിച്ചെല്ലാം തിരിച്ചറിയാനായിട്ടുള്ള ആസ് എ പേരൻറ്റ്, ആസ് എ മദർ, ദൈവം തീർച്ചയായിട്ടും നമ്മെ സഹായിക്കും. അങ്ങനെ നമ്മുടെ പാരൻറ്റിങ് നമ്മുടെ കുഞ്ഞുങ്ങളെ പോലും ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്നതായിട്ട് തീരണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ സെൽഫ് കൺട്രോൾ ഡെവലപ്പ് ചെയ്യുന്നത് അവർ നമ്മുടെ ഭവനത്തിലായിരിക്കുമ്പോൾ. അവരുടെ ഇമോഷൻസ് എങ്ങനെ ഡീൽ ചെയ്യണം, ഒരു ഹെൽത്തി വേയിൽ, ആരോഗ്യപരമായിട്ട് അവരുടെ വൈകാരിക തലത്തെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് അവരുടെ ഭവനത്തിലാണ്. പ്രൈസ് ഗോഡ്. അവിടെ നമ്മുടെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കുടുംബജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു ഡ്രാമയും അവിടെ നടക്കുവാനിടയാകരുത്. ടെൻഷൻ ഫ്രീ ആയിരിക്കണം. എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്നവരായിരിക്കണം. തീർച്ചയായിട്ടും അത് തമ്മിൽ വലിയ ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകും. നമുക്ക് തന്നിരിക്കുന്ന ബെഡ്റൂമിൽ സന്തോഷത്തോടെ കിടന്നുറങ്ങുവാൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വലിയ കൃപ നമുക്ക് ആവശ്യമാണ്. പ്രൈസ് ഗോഡ്. അപ്പനും അമ്മയ്ക്കും ആണെങ്കിലും അവരുടെ റൂം അത് സ്പെഷ്യൽ റൂമാണ്. പ്രൈസ് ഗോഡ്.
അവിടെ റെസ്റ്റ് ചെയ്യുവാനും സ്ലീപ്പ് ചെയ്യാനും എല്ലാം ദൈവം ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഗുഡ് ഇൻറ്റിമസി ക്രിയേറ്റ് ചെയ്ത്, ഗുഡ് കണക്ഷൻ ക്രിയേറ്റ് ചെയ്ത് ജീവിപ്പാൻ ദൈവം സഹായിക്കട്ടെ. ഈ ലോകത്തിൽ ഒറീസുണ്ട്, ഈ ലോകത്തിൽ കഷ്ടതകളുണ്ട്, കഷ്ടമുണ്ട്. എന്നാൽ ധൈര്യപ്പെടുവി എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനം കേട്ട് പ്രൊട്ടക്റ്റഡായിട്ട് സന്തോഷത്തോടെ ആയിരിക്കാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ. ദൈവത്തിൻ്റെ പ്രസൻസ് നമ്മുടെ ഭവനങ്ങളെ എല്ലാം ചുറ്റി മിന്നട്ടെ. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കുക. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, കുടുംബജീവിതത്തിൽ കർത്താവേ, നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വീട് ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ സന്തോഷകരമായ മാതൃകാപരമായ ഒരു ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥനകൾക്ക് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ഗോഡ്.